നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലെ ഷോർട്ട് വീഡിയോകൾ അഥവാ റീൽസ് വൈറലാക്കാൻ വേണ്ടി വാഹനത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരും പൊതുനിരത്തിലൂടെ റേസിംഗ് ബൈക്കിൽ മത്സരയോട്ടം നടത്തുന്നവരുമൊക്കെ കേരളത്തിന്റെ പേടി സ്വപ്നമാണിപ്പോൾ. റോഡിൽ സഞ്ചരിക്കേണ്ടത് ഒരു സംസ്കാരം കൂടിയാണെന്ന് തിരിച്ചറിയാത്ത നിയമലംഘകരാണ് ഇവർ. തങ്ങളുടെ റീലിന് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി അപകടത്തിലാക്കുന്നവർ. സംസ്ഥാനത്ത് ഇരുചക്ര വാഹന അപകടങ്ങളും മരണവും വർദ്ധിക്കുന്നുവെന്ന കണക്കുകളോടൊപ്പം അപകടത്തിൽ പെടുന്നവരേറെയും ചെറുപ്പക്കാരാണെന്ന യാഥാർത്ഥ്യം കൂടി ചേർത്ത് വെക്കണം. മോട്ടോർ വാഹന വകുപ്പ് എത്രയൊക്കെ നടപടിയെടുത്താലും അതിന്റെ മറക്ക വിടും മുമ്പേ തന്നെ അത്തരക്കാർ വീണ്ടും പുതിയ അഭ്യാസ പ്രകടനങ്ങളുമായി എത്തും. ഇപ്പോൾ അത്തരത്തിലൊരു അപകടം നിറഞ്ഞ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 3 വയസ്സുകാരിയെ സ്കൂട്ടറിന്റെ പുറകിൽ നിർത്തി യാത്ര ചെയ്യുന്ന അച്ഛന്റെ വീഡിയോയാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. പിന്നാലെ നടപടിയെടുക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി. പുറകെ പോയ യാത്രക്കാരനായ മുട്ടത്തിപ്പറമ്പ് സ്വദേശിയായ ജോമോൻ ജോൺ വീഡിയോ ചിത്രീകരിച്ച് മോട്ടോർ വെഹിക്കിൾ ആപ്പിൽ ഓൺലൈനായി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. മുട്ടത്തിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി സ്വദേശി ഡെന്നി ബേബലയ്ക്കെതിരെയാണ് നടപടി. ഈ കഴിഞ്ഞ ഫെബ്രുവരി 26-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. രാത്രി 11:30 ചേർത്തല 11-ാം മൈൽ മുട്ടത്തിപ്പറമ്പ് റൂട്ടിലായിരുന്നു അപകടയാത്ര. കുട്ടി ഓടിക്കുന്നയാളുടെ കഴുത്തിൽ മാത്രമായിരുന്നു പിടിച്ചിരുന്നത്. ഏതെങ്കിലും രീതിയിൽ വാഹനം കുഴിയിൽ വീഴുകയോ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയോ ചെയ്താൽ കുട്ടി തലയിടിച്ച റോട്ടിൽ വീഴുന്ന അവസ്ഥയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് രാത്രി ബാൻഡേജ് വാങ്ങാൻ പോയതാണെന്നും കൂടെ വരാൻ കുട്ടി കരഞ്ഞപ്പോൾ കൂട്ടിയതാണെന്നുമായിരുന്നു ഡെന്നിയുടെ വിശദീകരണം. കുട്ടി മുറുകെ പിടിച്ചിരുന്നതിനാൽ അപകടമുണ്ടാകില്ലെന്നായിരുന്നു ഇയാളുടെ വാദം. ഭാര്യയുടെ പേരിലാണ് സ്കൂട്ടറിന്റെ രജിസ്ട്രേഷൻ. അതേസമയം ഡെന്നിയെ മദ്യപിച്ച് വണ്ടി ഓട്ടിച്ചതിന് 2 തവണ സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ സസ്പെൻഷനിൽ ഇരിക്കുമ്പോഴാണ് വാഹനം ഓട്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് ലൈസൻസ് റദ്ദാക്കുന്നത്. MVIമാരായ JB ബിജു, AR രാജേഷ് എന്നിവരുടെ അന്വേഷണത്തിലാണ് നടപടി. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.